സമയമെന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മളൊന്ന് വിചാരിക്കുമ്പോൾ കാലം മറ്റൊന്ന് ചെയ്യുമെന്നുള്ളതിന് ഉദാഹരണമാണ് ഞാൻ നേരിട്ട് കണ്ട ഒരു ഇൻസിഡന്റ്. പറയാം. അപ്പൊ എന്താ നടന്നതെന്ന് വെച്ചാ, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇന്നിവിടെ ഒരു റണ്ണിംഗ് റേസ് നടത്തുകയാണ്. ഈ റേസിൽ പങ്കെടുക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് ട്രാക്കിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. എല്ലാവരും ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഒരു മത്സരമാണിത്. ഈ മത്സരത്തിൽ പേര് നൽകിയിരിക്കുന്ന ആദിത്യ ഇതുവരെ നമ്മുടെ ട്രാക്കിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ആദിത്യ എത്രയും വേഗം ട്രാക്കിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഒരിക്കൽ കൂടെ പറയുകയാണ്, മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആദിത്യ എത്രയും പെട്ടെന്ന് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരേണ്ടതാണ്, നമ്മുടെ ട്രാക്കിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ആദിത്യ, ആദിത്യ, ആദിത്യ. There's nothing to hold him back. Na 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 na. Come on, Adit! Come on. നീ തോക്കില്ലെന്ന് എനിക്കറിയാം. തള്ളിയിടാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. ഇത് സാധിച്ചെടുത്ത് എങ്ങനെയാടാ? അവരങ്ങ് ജയിച്ചു അല്ലേ? അതാണ് എനിക്ക് ഏറെ ഇഷ്ടമായത്. ആദിത്യ എന്തായാലും നന്നായിട്ട് ഓടിയല്ലേ ഇന്നലെ? എന്താടി നീ ഗ്രൗണ്ടിൽ കിടന്ന് ഭയങ്കര സീനായിരുന്നല്ലോ. എന്റെ മുമ്പിൽ ഈ വേലത്തിലൊക്കെ കാണിച്ചാൽ ഓടിയോ? ഓർമ്മ ഉണ്ടാവണം. എന്താ പറ്റി? നായിന്റെ പോലെ അടിക്കടാ.
വിടരുത്. എങ്ങനെ ധൈര്യം വന്നടാ? ഞങ്ങൾ മേലെ ആരാന്ന് അവതരിക്കരുത്. വിചാരിച്ചടാ നീ? എന്തിനാടാ പെണ്ണുങ്ങൾ പറയും ഇങ്ങനെ നടക്കുന്നത്? ആദ്യം പെണ്ണുങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. ഇനി ഒരു പ്രാവശ്യം കൂടെ പെണ്ണുങ്ങളെടുത്ത് പ്രശ്നത്തിനായി നീ വന്ന ഇതുപോലെ ആയിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് തരുവാണ്. 100% വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ടേക്ക് ദിസ്. Thank you, sir. ഓക്കേ. Okay, thank you. പോയിട്ട് വരൂ. നടക്കടാ. എടാ വിവരം കിട്ടാമാരെ വലിയ ഹീറോ ആണെന്നാണ് വിചാരം. എടാ അലവരാജ് ഒന്നും മിണ്ടായിരിക്കടാ. കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്. ഞാൻ ഇപ്പൊ തന്നെ ഇറിറ്റേറ്റാ. നീ വീണ്ടും എന്നെ വട്ടു പിടിപ്പിക്കില്ലേ വെറുതെ? രാഹുല്, ഇവന്മാരെല്ലാം അവനെടുത്തിട്ട് അടിക്കുമ്പോ നീ എവിടെ പോയിരുന്നടാ? ഏയ് അങ്ങനൊന്നുമില്ല ബ്രോ, ജസ്റ്റ് ഒരു സിഗരറ്റ് വലിക്കാന്ന് വിചാരിച്ചു പോയതാ. അപ്പോഴേക്ക് ഇവനൊക്കെ പോയി അടി വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നു. നീ അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ആ ഹിന്ദിക്കാരൻ യുവമാരുടെ കൈയും കാലും അടിച്ചൊടിച്ചാനെ. ഏയ് ദാ മണ്ട, മിണ്ടാതെ അടങ്ങിയിരിക്കും അവിടെ. നിന്റെ ധൈര്യം ഞാൻ കണ്ടതാടാ. എനിക്കിപ്പോ കൈ പൊക്കാൻ വയ്യാതായി പോയി. ഇല്ലെങ്കിൽ നിന്നെ മോന്തയടിച്ച് ഞാൻ പൊളിച്ചേനെ ഇപ്പൊ. ഈ കണ്ടീഷനിൽ നിനക്ക് ബിൽറ്റപ്പ് ആണ്. ഏയ് മതിയടാ, നിർത്ത്. ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കാതെ ആ പ്രോജക്റ്റിനെ പറ്റി എന്തെങ്കിലും ചിന്തിക്കാൻ നോക്ക്. ബ്രോ, ഇന്നലെ രാത്രിയില് ടിവിയില് ഫോറസ്റ്റിനെ പറ്റി കാണിച്ചായിരുന്നല്ലോ. അത് നമ്മുടെ ഡോക്യുമെന്ററിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? മതിയടാ, നിർത്ത്. നോക്കിയടാ, ഈ ഇരിക്കണ മാന്യൻ എപ്പോ നോക്കിയാലും ഫാഷൻ ടി വി കണ്ടോണ്ടിരുന്നവനാ. അല്ല നീ എപ്പോ മുതലാടാ വൈൽഡ് ലൈഫ് കാണാൻ തുടങ്ങിയത്? കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ ഡ്രസ് ഇട്ടോണ്ടാണോടാ നടക്കുന്നത്? അവനൊരു ചേഞ്ചിന് വേണ്ടിയിട്ടേ ഇതൊക്കെ കണ്ടോണ്ടിരുന്നതാണെന്നാ തോന്നുന്നത്. എന്തായാലും ചോദിക്കടാ. 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 ഈ പ്രായത്തിലൊക്കെ എന്താടാ കണ്ടോണ്ടിരിക്കുന്നത്? എന്താ ഇവന്മാരുടെ ഉദ്ദേശം? കാണിച്ചു കൊടുക്കാം. ഞാൻ ചോദിക്കില്ല. എന്നെ കൊണ്ട് പറ്റില്ല. എടാ ചോദിക്കടാ, വെറുതെ ചോദിക്കടാ. നീ ചോദിക്കില്ല. ചോദിക്കടാ, നീ പേടിക്കാതെ ചോദിക്കുക. ഓ മൈ ഗോഡ്, എന്ത് പറ്റി നിങ്ങൾക്ക്? ഇലക്ട്രിക് പോസ്റ്റില് പശുക്കള് പോയി ഒരസുന്ന പോലെ നിങ്ങൾ തമ്മി എന്തിനാ ഒരസിക്കൊണ്ടിരിക്കുന്നേ? അത് പിന്നെ അത് ഏത്? ആ ഏയ്, ഈ കോളേജിൽ നിങ്ങളെ പറ്റി മുഴുവനും കംപ്ലൈന്റാ. ഈ കോളേജ് നിങ്ങളുടെ അപ്പന്റെ വകയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ആ നീയൊക്കെ അങ്ങനെ വിചാരിക്കും. അങ്ങനെയാണോ? പക്ഷെ ഞാനേ എത്ര വർഷമായിട്ട് ഇവിടെ ഇതും കുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? നിങ്ങൾ പറ. സാറിന്റെ അച്ഛന്റെ തന്നെയാണെന്ന് വിചാരിച്ചോ? ആരാടാ എന്റെ അപ്പനെ പറ്റി പറഞ്ഞേ? സാർ, ടെൻഷൻ ആവണ്ട സാർ. അവനെ ഒരു കോമഡി പറഞ്ഞതാ. കോമഡി? ഡാ, ഞാനെന്താ ഇവിടെ കോമഡിയും ചെയ്തോണ്ടിരിക്കുക? ആ അവന്റെയൊക്കെ ഒരു കോമഡി പോലും കോമഡി. ആദ്യം നിന്റെ പ്രൊജക്ട് വർക്കൊക്കെ ശരിയായിട്ട് ചെയ്തിട്ട് അത് ഇവിടെ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഈ കോളേജിന്റെ ഡോക്യുമെന്ററിയിൽ നിങ്ങളുടെ പേരുണ്ടാവില്ല, പറഞ്ഞേക്കാം. അല്ല, നിങ്ങളുടെ കൂടെയുള്ളവരെ ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങളുടെ ആ സുന്ദരി പാർട്ട്നേഴ്സിനെ ഒന്നും കാണുന്നില്ലല്ലോ. അവർക്ക് വേറെ ഏതെങ്കിലും പയ്യന്മാരെ കിട്ടിക്കാണോ അല്ലേ? ഇപ്പൊ നിന്റെയൊക്കെ മുഖം കാണുമ്പോ മെർക്കുറി ലൈറ്റ് കത്തിക്കിടക്കുന്ന പോലെ ഉണ്ടല്ലോ. നിന്നെയൊക്കെ കാണുമ്പോ ഞാൻ ഈ കോളേജ് പൂട്ടിയിട്ട് നിങ്ങൾ കാരണം ഞാനൊരു കിൻഡർ ഗാർട്ടൻ തുടങ്ങേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഗ്രേറ്റ് ഐഡിയ സാർ. ഞങ്ങളത് ആലോചിച്ചാ സാർ, പക്ഷെ എന്തോ ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തിരിക്കും സാർ.
ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും. ചെയ്യൂടാ, നീയൊക്കെ അങ്ങനെ തന്നെ ചെയ്യൂടാ. ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നീയൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യൂടാ. നിന്നോടൊക്കെ പറഞ്ഞ് എന്റെ BP കൂടും. എല്ലാരും ഇവിടുന്ന് പോവാൻ നോക്കും. വാടാ പോവാം. ഏയ് ആരടാ പോന്ന് പറഞ്ഞേ? താങ്ക് യു. നിന്റെയൊക്കെ താങ്ക് യു കൊണ്ടുവന്ന് കുപ്പയിലിട്. നിങ്ങളോടൊക്കെ സംസാരിച്ച് എന്റെ പാന്റ് മൊത്തം നനഞ്ഞ്. അത് വല്ലതും അറിയോ നിനക്കൊക്കെ? പോ വേഗം ഇവിടുന്ന് പോ. സാർ പവർ പോയോ സാർ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? സാർ ഞാൻ പറഞ്ഞു വന്നതേ ഫാരെ പറ്റിയ സാർ. ആരടാ ഇവനൊക്കെ? ഡേയ് ഞാനൊരു സ്ഥലം കണ്ടു. വളരെ നല്ല സ്ഥലമാടാ. നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിലേ അവിടെ പ്ലാൻ ചെയ്താൽ മതി. അടിപൊളി സ്ഥലമാടാ. ഹലോ, എപ്പോ സംസാരിച്ചാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. നമ്മുടെ പ്രോജക്റ്റിനെ പറ്റി എന്തെങ്കിലും ആലോചിച്ചോ? അല്ലടാ, നീ കുറച്ചു മുന്നേ എന്നോടൊരു ഫോറസ്റ്റിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. എന്നിട്ടത് എന്തായി? അത് ആ ലാപ്ടോപ്പിങ് എടുത്തേ. എന്നാ പിടിക്ക. അല്ല, അതിനകത്ത് എന്താ ഇത്ര പ്രധാനമായിട്ടുള്ളത്? അതല്ല സീക്രട്ട് ആടി. നിങ്ങളേത് കാണിക്കാൻ പറ്റില്ല. സീക്രട്ട് ആണ് ഇത്ര സീക്രട്ട്. ഞാൻ കാണാത്ത സീക്രട്ട് പോടാ. എന്തായാലും ലാപ്ടോപ്പിലുള്ളത് നമുക്ക് നോക്കണ്ട. ആദ്യം നമ്മൾ എങ്ങോട്ടാ പോണേന്ന് പറ. നോക്ക്, ഇതാണ് ഡണ്ടേലി റിസോർട്ട്. ഇവിടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ ചെന്നാൽ കിട്ടും. സന്തോഷം ഇതല്ലേ അടിപൊളിയായി കളിയും ചിരിയും എല്ലാരും വാ ഈ കഥ എന്നെന്നും പറയാനായി നീ രാത്രി വെളുക്കാതിരുന്നെങ്കിലോ പറയൂ മനസ്സേ എന്തിനു വേണ്ടി തുടിക്കുന്നു നമ്മളെല്ലാം ഒന്നായി പ്രകൃതിയെ സ്നേഹിക്കൂ ജീവിതമെന്നാൽ നീതല്ലേ എല്ലാം നീ തന്നെ സന്തോഷം വന്നാൽ കൈകോർക്കാം ഓടിച്ചാടി നടക്കാം ആനന്ദിക്കാം തുള്ളിച്ചാടാം ആട്ടം ആടാം പാടാം വായോ വരൂ നീ അഴകേ
നമ്മളവിടെ എത്തിയെന്നാ തോന്നുന്നത്. ഓ ഇതന്നെയല്ലേ സ്ഥലം? അർജുൻ പോയാ ഗേറ്റ് തുറക്കണം. കണ്ടിട്ട് പേടിയാവുന്നു. സൂക്ഷിച്ചേ. സൂക്ഷിച്ചു വേണേ. എത്രയോ വാതിലുകൾ അവൻ തുറന്നിരിക്കുന്നു. ഇതൊക്കെ ഒരു സംഭവമാണോ അവന്? ഇങ്ങോട്ട് പോരെ, കണ്ടിട്ട് തന്നെ പേടിയാണ് അവനെ. വണ്ടി കയറണം. നല്ല ജോലിക്കാരും ആയിരിക്കും. ആരും ഇറങ്ങടാ എല്ലാം. എല്ലാരും ഇറങ്ങ്. കേട്ടിറങ്ങ്. താനെന്തിനാണോ വെറുതെ ഞങ്ങളെ ഫോളോ ചെയ്യുന്നേ? ഒന്ന് വരാൻ നോക്കടാ. അയാളെ കണ്ടിട്ട് എന്തിനാ പേടിക്കുന്നത്? അയാളെ കണ്ട് നീ എന്തിനാ പേടിക്കുന്നത്? ഇത് മാറണോ ഇതൊക്കെ? ഈയാണെന്തിനാ നമ്മുടെ പുറകെ വരുന്നേ? ഹലോ സർ, ആ വന്നോളൂ. എന്റെ പേര് ആദിത്യ എന്നാ. ബാംഗ്ലൂരിൽ നിന്നാ വരുന്നത്. ഓക്കേ. റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓ, ഒന്ന് നോക്കാം. നോക്കട്ടെ. ഓക്കെ, ആ റൂം ഓക്കെയാണ്. ഏതെങ്കിലും പിള്ളേരെ വിട്ടുതരുമോ? ഓ ചെയ്യാലോ. ലോകേഷ് ആ റൂം ഒന്ന് കാണിക്കാം സർ. ഓക്കെ സർ. ചെല്ല്, പയ്യൻ കാണും. താങ്ക് യു സർ. വരൂ സർ. ഇതാക്കി. ഓക്കെ സർ. ഇറങ്ങി വാ. ഇവനെന്താ വെറുതെ ലഗേജ് ഒക്കെ എടുക്കുന്നത്? എന്താ പേടിച്ചു പോയാ? ചെയ്ത് നോക്കണം. ഇങ്ങോട്ട് വാ. ആര്യ, എന്തിനാ നീ ഇത്ര പേടിക്കുന്നത്? എന്താ തണുക്കുന്നുണ്ടോ? അതൊക്കെ വിട്. ഇതൊക്കെ വലിയ കാര്യമാണ്. നടക്ക്. ആദ്യം നമുക്ക് റൂമിൽ പോവാം. അയാളെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എപ്പോ നോക്കിയാലും തുറിച്ചു നോക്കുന്ന കാണാം. അയാളെ കണ്ടിട്ട് നീ എന്തിനാ ഈ പേടിക്കുന്നേ? ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേൾക്ക്. ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്ന മുത്തേ? ഈ റൂമായിരിക്കും നമ്മുടെ തോന്നുന്നു. നന്നായിട്ടുണ്ടല്ലേ? ആ റൂമോടെ വന്നത്രേ. ആഹാ, എനിക്ക് ഈ പ്ലേസ് കാണുമ്പോ ബോഡി എല്ലാം ഭയങ്കര ഹാട്ടായിട്ട് തോന്നണേ. എന്താ അപ്പൊ നിനക്ക് കുട്ടികൾ ആവശ്യമില്ലേ? നീ ഇപ്പൊ ഒരു ഓക്കെ പറ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ ഒരു ചാൻസാ. എന്റെ കഴിവ് ഞാൻ കാണിക്കാം. ഒന്ന് പൊയ്ക്ക് അവിടുന്ന്. ഹേയ് ബേബി, നീ എന്തിനാ ഇത്ര വേഗം പോകുന്നേ? നിക്കടി, ഞാനും വരുന്നു. അയ്യോ. വാവ്. നൈസ്. ഇവിടെ കാണാൻ നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലേ? ആ അതെ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഫുഡ് ഇവിടെ കിട്ടുമെന്നുള്ളതാ ഡൗട്ട്. എന്ത് പാടാത്? ഇത്ര നല്ല റൊമാൻറ്റിക് പ്ലേസിൽ വന്നിട്ട് ആഹാരത്തിന്റെ കാര്യമാണോ പറയുന്നത്? നല്ല രീതി കഴിച്ചല്ലേ നിന്റെ അടുത്ത് റൊമാൻസ് ചെയ്യാനും ജോക്ക് അടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നല്ല. തീറ്റ 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 ഈ ഒരു ചിന്ത മാത്രമേ നിനക്ക്. മനസ്സിൻ സ്നേഹം എത്ര മധുരമേ സ്വപ്നം ഇതായിരുന്നു. വരുമോ ഇതുപോലൊരു ദിനം? ജീവിതം എത്ര സുന്ദരം. എന്റെ
പ്രിയയേ നീയൊരു ശലഭം മനസ്സിൽ പൂവോ നീ ഇഷ്ടം നീയേ നീയില്ല ജീവിതം വെറും കടലാസാകും മനസ്സിൽ സ്നേഹം എത്ര മധുരമേ സ്വപ്നം ഇതായിരുന്നല്ലോ വരുമോ ഇതുപോലൊരു ദിനം ജീവിതം എത്ര സുന്ദരം ഇന്ന് രാത്രി ഇവിടെ തങ്ങിയിട്ട് നാളെ കാട്ടിലേക്ക് പോവാം. മുത്തേ, ഇവിടെ ഇത്ര എന്റർടൈൻമെന്റ് ഉള്ളപ്പോ എന്തിനാ മോനെ അവിടെ പോയി വെറുതെ സമയം കളയുന്നേ? മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ലടാ. ഇതുവരെ ഇവന് നടുവേദന വന്നിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നേ. റൂമിൽ ചെന്നതിന് ശേഷം വല്ലാണ്ട് റൊമാൻറ്റിക് ആയ പോലെ. അയ്യോ ഇവന്റെ ടോർച്ചർ സഹിക്കാൻ പറ്റുന്നില്ല. ഞാനും വന്നേക്കാം കൂടെ. എടി പൊട്ടിക്കാളി, നീ എന്നെ സ്നേഹിക്കുവാന്നാ ഞാൻ വിചാരിച്ചേ. ഇപ്പൊ ഞാൻ നിനക്ക് ടോർച്ചറിങ് ആയോ? എനിക്കും അങ്ങനെയാ തോന്നുന്നേ. ഈ കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. ആദ്യ ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ല, നല്ലവനാടാ. ദേടാ മഹാഭാവി. ഓ, നിന്റെ ഒരു കാര്യം. പറഞ്ഞിട്ട് വന്നൂടായിരുന്നോ? നിന്നെ വിട്ട് ഞാൻ പോയെന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ ഉണ്ട് ഞാൻ. അതുവഴി ആരോ പോന്നു. ഇത് കാടാണ്. വീരപ്പന്റെ ആത്മാവ് അലിഞ്ഞു കിടക്കുന്നതായിരിക്കും. ഞാൻ സത്യമാണോ പറഞ്ഞേ? ആരോ അതുവഴി പോയി. ഇവിടെ സത്യം ഞാൻ പറഞ്ഞേ. നിനക്ക് വൈൻ തലയ്ക്ക് പിടിച്ചെന്നാ തോന്നുന്നേ. പോയി കിടന്ന് ഉറങ്ങടി. അവൻ ചീട്ട് കളിച്ചിട്ടൊക്കെ വരുള്ളൂ. എത്ര നേരമായി നോക്കിയിരിക്കടാ. കാട്ടുറാ. ഡയറക്റ്റ് ആയിട്ട് നിനക്കത് ചോദിക്കാൻ പാടില്ലേ? നമുക്ക് റൂമിൽ പോകാന്ന്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ പറയുന്ന ആരും വിശ്വസിക്കുന്നില്ലല്ലേ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഞാൻ പോവാ. എടാ അവളോട് പോടാ. അകത്ത് വെച്ച് അവള് മിക്കവാറും നിന്നെ ഇടിച്ച് കൂട്ടി ചമ്മന്തി പരുവാക്കി. സൂക്ഷിച്ചു പോ. ദേ നോക്കിയടാ. എന്തായാലും നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ആ കറുത്ത മനുഷ്യനെ കണ്ട് നീ പേടിച്ചു പോയോ? നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കേ. ഇല്ല ആദി, എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. നമ്മളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ, ആരോ നമ്മളെ വീക്ഷിക്കുന്നത് പോലെ തോന്നുന്നു. അതൊക്കെ നിന്റെ തോന്നല. നമ്മളെന്താ ടെററിസ്റ്റ് ആണോ? നമ്മളെല്ലാരെയും ഒബ്സർവ് ചെയ്ത് ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട്? അതൊന്നും അല്ലെങ്കിലും എനിക്ക് വല്ലാത്ത പേടി. എന്റെ ബ്രദറിന്റെ കാര്യം ഓർമ്മയില്ലേ നിനക്ക്? നിനക്കറിയാവുന്നതാണല്ലോ. അച്ഛനും അമ്മയും എബ്രോഡിലാ. ആന്റി അങ്കിളിന്റെ കൂടെ അവൻ. എനിക്കെന്തോ അവനെ കാണാൻ തോന്നുന്ന പോലെ പെട്ടെന്ന്. അതും ഈ നേരത്തോ? ശരി, ഓക്കെ, ഒരു വീഡിയോ കോൾ ചെയ്യേ. അല്ലെങ്കിൽ വേണ്ട, ടൈം ആയില്ലേ. ലൊക്കേഷൻ വാട്സപ്പ് ചെയ്യാം. നാളെ ഇങ്ങോട്ടേക്ക് വരാൻ പറയാം. ഓക്കെ, എന്തായാലും ഈ സമയത്ത് നീ പേടിക്കാതെ കിടന്നുറങ്ങ. എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇങ്ങനെ നിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ശരി, നമുക്ക് ഉറങ്ങിയാലോ? അതെ. എക്സ്ക്യൂസ് മീ. യെസ്, പറയൂ സാർ. നിങ്ങൾ ഇത്രയും ദിവസം ഈ റിസോർട്ടിൽ താമസിച്ചിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് മുഖേനയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും സന്തോഷക്കുറവുണ്ടോ? അങ്ങനെ ഒന്നുമില്ല സാർ. ഞങ്ങൾക്കിവിടെ ശരിക്കും ഇഷ്ടമായി.
ഇത്രയും ചെറിയൊരു ഗ്രാമത്തില് ഇത്രയും വലിയൊരു റിസോർട്ട് പണിത് തന്നെ വലിയ കാര്യമല്ലേ സർ? ഓ സർ നിങ്ങളുടെ ലഗേജ് ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയായിരുന്നോ? എല്ലാം കറക്റ്റാ, ഓക്കെ സർ. ഓക്കെയാണ്. സാർ, ഞങ്ങൾ ഫോറസ്റ്റിനുള്ളിലേക്ക് പോകാനായി മാപ്പ് ചോദിച്ചായിരുന്നു. അത് റെഡിയാണോ സാർ? ഓഫ് കോഴ്സ്. ലോകേഷേ, ആ മാപ്പ് ഒന്ന് എടുത്തിട്ട് വാ. ഓക്കെ സർ. ഇതാ സർ. ആ മാപ്പ് ഇതാ. ഓക്കെ സാർ. ദാ നോക്ക്, ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. അതെ, അത് ദേ, ഈ വഴിയില്ലടാ. അതെ സാർ. ഓക്കെ സാർ. എന്നാ ശരി. ഓക്കെ. ഒന്ന് നിൽക്കണേ സാർ. മറ്റൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പോകാൻ പോകുന്ന ഫോറസ്റ്റ് വലിയ അപകടമുള്ള സ്ഥലമാണ്. എത്ര ശ്രദ്ധിച്ച് നിങ്ങൾ പോയാലും ആപത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോണ്ട് വെറി സാർ, ഞങ്ങളെല്ലാവരും തയ്യാറായി തന്നെ വന്നത്. നോ പ്രോബ്ലം. ഓക്കെ, ബി കെയർഫുൾ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. കേറി കേറി, എല്ലാരും കേറി കേറി. വണ്ടി എടുക്കണം. കേറി വാ. ഇവിടെ ഞാൻ ഇരിക്ക്. കേറി. എല്ലാവരും കേറിയോ? അപ്പൊ നമ്മൾ ഫോറസ്റ്റിലേക്ക്. ഇയാളോ കടന്നത്? ചാവാൻ വന്നതാണോ? മാറിക്കടാ അങ്ങോട്ട്. അങ്ങോട്ട് മാറോ? യങ്മാൻ, ഹായ് സർ. എന്താ കാര്യം? എന്റെ ചേച്ചി ഇങ്ങോട്ട് വന്നിരുന്നു. ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആര്? ദാ ഇതാണ് സർ. ഓ, ഇവരാണ്. ഇവരിവിടെ നിന്ന് രാവിലെ തന്നെ പോയതാണ്. ഓ ഷിറ്റ്. അവരെന്തായാലും തിരികെ വരും. അതുവരെ താനിവിടെ വെയിറ്റ് ചെയ്യും. എനി പ്രോബ്ലം? നോ പ്രോബ്ലം സർ. ആ ലോകി, ആ സർ. ഈ പയ്യന് നമ്മുടെ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. 103 കേട്ടോ. ഓക്കെ സർ. പിന്നെ ഫുഡും അറേഞ്ച് ചെയ്യാം ചെയ്തേക്ക്. സർ. വന്നോളൂ. എന്താണ് ഈ കാട് കാണാൻ നല്ല രസമില്ലേ? നന്നായിട്ടുണ്ടല്ലേ? നീ ഒന്ന് മിണ്ടാതിരിക്കും. ഈ കാട് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സന്ധ്യ കുറച്ചു നേരം ഒന്ന് വായടിച്ചിരിക്കോ? ഇഡിയറ്റ്. എപ്പോ നോക്കിയാലും ഇതേ വർത്താനാ. എടാ, നീ പറയുന്നത് നല്ല കാര്യങ്ങൾ തന്നെ, പക്ഷെ അത് അവൾ കൂടെ മനസ്സിലാവണ്ടേ? നീ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയണം. ഈ place ഉണ്ടല്ലോ, പേടി അങ്ങോട്ട് കാണിച്ചു. വെറുതെ ആ പെണ്ണിനെ ഇങ്ങനെ നീ ടോർച്ചർ ചെയ്യാതടാ. അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് നീയല്ലേ? കുറച്ചേരം വായടച്ച് അവിടെ ഇരിക്കും. ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ശരി, നീ ആ കാര്യങ്ങളൊക്കെ വിട്. ദേ, നിന്റെ പെണ്ണ് നല്ല ദേഷ്യത്തിൽ ഇരിക്കുന്ന കണ്ടില്ലേ? നീ അവളെ ഒന്ന് മൈൻഡ് ചെയ്യ, എന്നിട്ട് അവളുടെ ദേഷ്യം ഒന്ന് കുറയ്ക്കാൻ നോക്ക്. എന്താടാ, എന്ത് പറ്റി? ഒന്നുമില്ല. ഇവന് പ്രാന്താടാ. നീ പറ, എന്താ പറ്റിയേ? ഒന്നുമില്ലടാ. എന്റെ ബ്രദറിന് മെസ്സേജ് അയച്ചിട്ട് അവന്റെ റിപ്ലൈ ഇതുവരെ വന്നില്ല. ആദ്യം നീ മൊബൈലിൽ നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് നോക്ക്. ഓ ഷിറ്റ്, നെറ്റ്വർക്കേ ഇല്ല. അത് തന്നെ ഞാൻ പറഞ്ഞത്. എപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുക വേണ്ടത്. എല്ലാരും ഒന്ന് ഇറങ്ങിക്കടാ. പുകയൊക്കെ വരുന്നല്ലോ. കണ്ടോ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞത് എന്തോ ലീക്ക് ഉണ്ടെന്ന്. ഇപ്പൊ കണ്ടില്ലേ? ഞാൻ പറഞ്ഞ എന്തേലും നീ കേട്ടു. കണ്ടോ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന്? ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ടിരുന്നു. എപ്പോ നോക്കിയാലും ഇങ്ങനെയൊക്കെയാ സംഭവിക്കുന്നത്. ആദ്യം എന്താണ് തകരാറെന്നൊന്ന് നോക്ക്. നീ ഒന്ന് അടങ്ങ്.
എന്താ പറ്റിയെന്ന് നോക്കട്ടെ. വരുന്ന വഴിക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് വന്നേ. പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കുന്നേ? എന്താണോ പറ്റിയത്? ഓ ഇതെന്താ വലിയ കംപ്ലൈന്റാ ബ്രോ. ഭയങ്കരമായിട്ട് പുക വരുന്നുണ്ടല്ലോ. അതേടാ, ചൂടായതാ. വെള്ളം തീർന്നു പോയതാണെന്നാ തോന്നുന്നത്. ഓ ഫുള്ളായിട്ട് ഹീറ്റായി. ഇവിടെ അടുത്ത് കാണാൻ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി വെള്ളം എടുത്തിട്ട് വരാം. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ ഇരിക്കും. നിക്കടാ, ഓരോരുത്തരായിട്ടൊന്നും പോണ്ട, എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോവാം. ശരി വാ, ശരി വാ പോവാം. എല്ലാരും ബാഗ് എടുക്കണോ വേണ്ടേ? ശരിയാ, ബാഗും കൂടെ എടുത്തോ. ഇനിയൊന്നും നോക്കണ്ട. വാടാ, പോവാം, വാ. മോളെ നീ ഇറങ്ങ. വാടി, ബാഗ് എടുക്ക്. വണ്ടി കേടായി. നല്ല വിശാലമായ കാട്. നടക്കണമെന്ന് ആർക്കറിയാം? ഒന്ന് വാടാ. വേഗം നടക്ക്. നീ എന്താ പറഞ്ഞേ? സൂക്ഷിച്ച് കിടക്കണേ. എടാ, വീടില്ല. കയ്യിലൊന്ന് പിടിക്ക്. ഇവിടെ വെള്ളം ഉള്ളതൊക്കെ നോക്കി നടക്കണം കേട്ടോ. വെള്ളം എവിടെ ഉള്ളത് നല്ല നോക്കി പോണം കേട്ടോ. ബൈ സർ. വ്യൂസ് നന്നായിട്ടുണ്ടല്ലേ? എങ്ങോട്ട് നോക്കിയാലും ആരെയും കാണുന്നില്ല. അങ്ങോട്ട് നോക്ക്. എന്താ? എന്താ പറ്റിയെ? എന്താ? ആരാ ഇത്? ചത്തിട്ട് കുറച്ച് നാളായെന്നാ തോന്നുന്നത്. ചത്തിരിക്കുന്നത് കണ്ടാലേ വല്ലാതെ പേടി തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ നല്ലപോലെ സൂക്ഷിക്കണം. അവനവിടെ അവൻ നിന്നെ അന്വേഷിച്ചു പോയെന്നാ. നീ എന്താ തമാശ പറയാണോ? ഞാൻ പറയുന്നത് സത്യമാണ്. നിന്നെ അന്വേഷിച്ച് അവരെവിടുന്ന് പോയേ. അർജുൻ! 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 നോക്കടാ, അവൻ മരുന്ന് നോക്കി. വാ. നീ ഇങ്ങോട്ട് വാടാ. ഞങ്ങളിവിടെ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോ നീ അവിടെ പോയി ആസ്വദിക്കുമായിരുന്നു അല്ലേ? ശരിക്കും എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നേ, അതുകൊണ്ടാണ് ഞാൻ പോയത്. അതിന് പോലും സ്വാതന്ത്ര്യമില്ലേ? ഞങ്ങളോട് ചോദിക്കാതെ നീ എങ്ങും പോകാൻ പാടില്ല. നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഞാൻ എന്തുമാത്രം ഇതിന്റെ ഇടയ്ക്ക് അവൻ വാടാ, സമയായി. ഇവിടെ നിന്ന് പോവാം. വാ, ഇവള് വാ. കണ്ണ് പേടിയാവും.
കള്ള് കുടിച്ചു കഴിഞ്ഞ് മൂത്ര വയ്ക്കാൻ മൂത്രടാ. പോടാ, ഞാനുണ്ടല്ലോ ഈ കാടിന്റെ രാജാവാ. രാഖി, രാഖി, എത്ര നേരം നിന്നെ അന്വേഷിക്കുന്നത്? രാഖി, രാഖി, നിന്നെ അന്വേഷിച്ച് ആകെ ക്ഷീണിച്ചു. അത് ഷൂ മാത്രമല്ലേ, ഡെഡ് ബോഡി ഒന്നും അല്ലല്ലോ. ഈ സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് എനിക്കാണെങ്കിൽ നമ്മൾ ഉടനെ ഡെഡ് ബോഡി ആവുമെന്ന് തോന്നുന്നേ. ഞാൻ അങ്ങനെ പറഞ്ഞതാ. ഇത്രയും ദൂരം വന്നിട്ട് ഡോക്യുമെന്റ് ചെയ്യണമായിരുന്നു. ഞാൻ ഒരുത്തിന് വേണ്ടിയിട്ടാണ് വന്നത്, നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടല്ലേ. ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അവൻ പോയി, ഇനി ഇവിടെ എന്നാ നമ്മളും ഡെഡ് ബോഡി ആവും. അല്ല, ആദ്യം കാണുന്നില്ലല്ലോ. ഒന്നും ആലോചിക്കാതെ ഇവളവിടെ പോയി. ഇവിടെ എല്ലാം നോക്കാം, നിങ്ങൾ അങ്ങോട്ട് പോയി നോക്ക്. ഇതെന്താ ഇവരുടെ സാമ്രാജ്യമാണോ? നോക്കെല്ലായിടത്തും. എനിക്ക് വയ്യ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആദ്യ 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 ആദ്യ
ചേച്ചിക്ക് മരിക്കാനായിട്ട് ഇവിടെ മാത്രമേ സ്ഥലം കിട്ടിയുള്ളൂ. വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ? എനിക്ക് വല്ലാത്ത പേടിയാവും. ഭയങ്കര പേടിയാവും. വേഗം വാ, റോക്കി. റോക്കി. അയ്യോ. ആരാത്? ആരും വരുന്ന പോലെ തോന്നുന്നില്ല. അടുത്തേക്ക് വരുന്ന പോലെ ഉണ്ടല്ലോ. തെളിഞ്ഞൊന്നും കാണുന്നില്ല. അവനെ ഒന്നും ചെയ്യല്ലേ. അവൻ എന്റെ ബ്രദർ ആടി. നിന്റെ അനിയനാണ് അവൻ. കള്ളനെ പോലും പതുങ്ങി വരുന്ന കണ്ടു. നിനക്കൊന്നും പറ്റിയോ? എന്താ പറ്റിയേ? എന്താ പറ്റി? വിഷമിക്കണ്ട. എന്താ പറ്റിയേ? എന്താ പറ്റിയെന്ന്? എന്താ ഇവിടെ സംഭവിച്ചേ? ഇനിയുള്ളവര് സേഫ് ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് പേടിച്ചിരിക്കുക. അതിന്റെ ഇടയിലാ ഇവന്റെ ഒരു ഭയമൊക്കെ മനസ്സിൽ നിന്ന് വിട്ടിട്ട് ധൈര്യമായിട്ടിരിക്കാൻ നോക്ക്. അപ്പൊ ഞാൻ എന്തൊക്കെയോ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ജീവിക്കാൻ കൊതിയാവാടാ എനിക്ക്. ജീവിക്കണമെങ്കിലേ നമുക്ക് ധൈര്യം മാത്രം ഉണ്ടായാൽ മതി. ഭയക്കാനേ പാടില്ല. സംസാരിച്ചോണ്ടേ ഇരിക്കേണ്ടി വരും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ആദ്യം എവിടെ പോയെന്ന് നമുക്ക് നോക്കാം. ആദ്യം മിസ്സായിട്ട് 1 മണിക്കൂറായി. ഇതിനുള്ളിൽ അവൾ 1 കിലോമീറ്ററേ പോകാൻ സാധ്യതയുള്ളൂ. നമ്മളെല്ലാരും ചേർന്ന് അന്വേഷിച്ച അവളെ എന്തായാലും കിട്ടാതിരിക്കില്ല. ഇനി ടൈം വേസ്റ്റ് ചെയ്യണ്ട. ശരി, നമുക്ക് പോവാം. ആ, അതെ. വാ. ഇത്ര ചൂടാ. എന്നെ കൊണ്ട് നടക്കാൻ വയ്യ. ഇവിടെ ഇരിക്കാം. എനിക്ക് വയ്യ. വെള്ളം വേണം. എനിക്ക് വെള്ളം തളിക്കുന്നു. അയ്യോ. ഇവിടെ ഒരു തുള്ളി വെള്ളം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്കും നിങ്ങളുടെ അവസ്ഥ തന്നെയാണ്. എന്നുവെച്ചാ അവളിവിടെ കളഞ്ഞിട്ട് പോവാന്നാണോ പറയുന്നത്? അവള് നമ്മളെ വിശ്വസിച്ചിട്ടല്ലേടാ വന്നേ. അത് തന്നെയല്ല ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നേ. അവര് മാത്രമല്ല, നമ്മൾ ഇത്രയും പേര് വിശ്വസിച്ചല്ലേ വന്നേക്കുന്നേ. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഉള്ളവർക്കെങ്കിലും അപകടം പറ്റാതിരുന്നാ മതി ഇനി മുന്നോട്ട്. വിട്ടേക്കടാ, അവരെ കിട്ടും തോന്നുന്നില്ല. ബാക്കിയുള്ള നമുക്കെങ്കിലും തിരിച്ചു പോവാം. അവരെ തീർച്ചയായിട്ടും കിട്ടും തോന്നുന്നില്ല. ഈ കാട്ടിനകത്ത് ആരെയും കാണുന്നില്ല. എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തെങ്കിലും പ്രോബ്ലം വന്നാ വിട്ടിട്ട് പോണോ? കൂടുതൽ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ട്. ആദ്യം റിസ്ക് എടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല. നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ മരിച്ചാലും കുഴപ്പമില്ല. ആദ്യം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് വിട്ടിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്ക്. എന്താടാ ഇത്? എന്തുവാടേ കാണിക്കുന്നത്? എഴുന്നേക്കടാ, പറയുന്ന കേക്ക്. എഴുന്നേക്ക്. വാ, എവിടെയെങ്കിലും നമുക്ക് വെള്ളം ഉണ്ടോ നോക്കാം. വാ. ഡോക്യുമെന്ററി എടുക്കാനാ വന്നത്. തലവേദി. എനിക്ക് വയ്യ. വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുകൂടാ. വെള്ളം വേണം.
ഈ ഡോക്യുമെന്ററി കാരണം നമ്മൾ ഓരോരുത്തരായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കിതിന്റെ ആവശ്യമുണ്ടോ? ഇത്രയും വലിയ റിസ്ക് എടുത്ത് അമ്മ. എടാ മോനെ, ഞങ്ങളെ വലിയ ഭയത്തിലാ ഇവിടെ വന്നേ. അങ്ങനെയുള്ളപ്പോ നീ എന്തിനാണ് ഇവിടെ വന്നത്? ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ആ മെസ്സേജ് കണ്ടിട്ട് ചേച്ചിക്ക് എന്തിനു പറ്റിയോന്ന് പറയാനായിട്ട് അന്വേഷിച്ച് വന്നാ ഞാൻ. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ ഡോക്യുമെന്ററിയുടെ കാര്യം എന്താവും? എനിക്ക് വയ്യ. സൂക്ഷിച്ച് സൂക്ഷിച്ച് എണീ ആദി, എണീ. നോക്കി. കണ്ണെന്തോ മങ്ങിപ്പോന്നവരോടാ. എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഈ ഡോക്യുമെന്ററി തീർക്കണം. ദൈവമേ, വെള്ളം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചാ. എനിക്ക് വയ്യ. ദൈവമേ, വെള്ളം കുടിച്ചോളാം. വയ്യ എനിക്ക്. വെള്ളം ഉണ്ടാവണേ. അമ്മാ, ഇനി നമുക്ക് ഈ ഡോക്യുമെന്ററി എടുക്കാനൊന്നും നിൽക്കണ്ട. എങ്ങനെയാലും വീട്ടിൽ പോകാം. എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. ഡോക്യുമെന്ററിയുടെ ഒപ്പം നടക്കുമെന്ന് തോന്നില്ല. ഇനി എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വീട്ടിലെത്തിയാൽ മതി. എനിക്ക് വയ്യ. എനിക്കിനി ഒട്ടും നടക്കാൻ വയ്യ. രാജ്!
രാജ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ? അവരിതെവിടെ? രാജ് ഇവനെവിടെ പോയി? രാജ് മോനെ! രാജ് പോയി കാണുന്നില്ല. എവിടെ പോയി അവൻ? എവിടെയാണോ നീ? രാജ് എവിടെ പോയി? എവിടെയല്ലേ വന്ന്? എവിടെ പോയെന്ന് അറിയത്തില്ല. രാജ് വെയിറ്റ്. എല്ലാരും ഒരിടത്ത് തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാരും ഓരോരോ ഭാഗത്തായിട്ട് നോക്കും. ആരെവിടൊക്കെ പോയാലും തിരിച്ച് ഇവിടെ തന്നെ വരണം. രാഹുൽ, നമ്മൾ പോകുന്ന വഴിക്ക് ക്യാമറ ഓൺ ചെയ്ത് പോകാം. വഴി എങ്ങാനും മിസ്സായ പിന്നെ അത് നോക്കി ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതിയല്ലോ. ക്യാമറ രാഹുൽ അവനെ കണ്ടുപിടിച്ച് സൂക്ഷിച്ചു കൊണ്ടുവാ. നമുക്ക് നോക്കാം. തിരിച്ച് ഇവിടെ തന്നെ വരണേ. രാജ് 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 ശ്ശേ. രാജ് എന്റെ അനിയൻ. ആര്യ, നീ ഇങ്ങനെ കരയാതെ. ഇതെല്ലാം ഞാൻ കാരണമാ നടന്നത്. ഞാനല്ലേ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ആര്യ, കരയല്ലേ ആര്യ. ആര്യ, കരയല്ലേ എന്ന് പറഞ്ഞില്ല ഞാൻ. കരയാതെ. ഇതെല്ലാം എന്നെ കാരണമാ നടന്നത്. ആര്യ, ശ്ശി. ഛേ. ആര്യ, ആര്യ എന്നോട് ക്ഷമിക്ക്. ദേഷ്യം വന്നപ്പോ അടിച്ചു പോയതാ. ക്ഷമിക്ക്. സോറി ആര്യ. സോറി. സോറി മുത്തേ. വാ, അന്വേഷിക്കാം. രാജ്, എനിക്ക് എന്റെ അനിയനെ വേണം. സൂക്ഷിച്ചു വാ. എവിടെ ഇനി നോക്കാനാ? ആര്യ, ഈ സ്ഥലം കണ്ടിട്ട് കുറച്ച് കുഴപ്പമാണെന്ന് തോന്നുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു വേണം പോവാൻ. ആര്യ, പേടിക്കണ്ട. അങ്ങോട്ടേക്കെങ്ങും പോണ്ട. ആര്യ, ആരാ ഇതൊക്കെ ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് പേടിയായിട്ട് വയ്യ. നീ പേടിക്കാതെ. ആര്യ ഓരോ ശബ്ദവും കേട്ട് ശ്രദ്ധിച്ചു വേണം പോവാൻ. കൈവിടി. ഞാൻ പ്രതീക്ഷിച്ചതൊന്ന്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വേറൊന്ന്. നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വിഡ്ഢി. അതെ, എല്ലാം എന്റെ തെറ്റാ. അവൻ വായി തോന്നി എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. ഇപ്പോഴാണെങ്കില് മീറ്ററേ ഓഫായ പോലെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞതേ ഈ മീറ്ററിനെ കുറിച്ചല്ല, ഈ മീറ്ററിനെ കുറിച്ചാ. ആ മീറ്റർ വളരെ കറക്റ്റാ. ഞാൻ ഏതോ ഒരു ഫ്ലോയിൽ ഡയലോഗ് പറഞ്ഞതാ. കഷ്ടം, എന്റെ തലയിലെഴുത്ത്. വാ പോവാം. രാഖി, രാഖി രാഖി രാഖി
റോക്കി റോക്കി ശ്രവ്യ, നീ ഇവിടെ നിൽക്കേ. ഞാൻ എന്താ നോക്കിട്ട് വരട്ടെ. ഇവിടെ നിൽക്കാനാ പറഞ്ഞേ. അർജുൻ 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 എന്താണ് ഇത്? നിനക്കറിയില്ലേ? ഒന്ന് സമാധാനിക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ദൈവമേ, എന്റെ കഷ്ടകാലം. അർജുൻ 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 നീ എവിടെയാണ്? അർജുൻ സന്ധ്യ 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 വേട്ടയാടുന്നത് ഒളിച്ചു പാത്തുമല്ല. അടിക്കണമെന്നുണ്ടെങ്കിൽ മുന്നിൽ വന്നത് അടിക്കണം. ഞങ്ങളെ എല്ലാരെയും കുറിച്ച് നീ എന്താ ഇതുവരെ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഇതിനെല്ലാം കാരണക്കാരൻ നീ തന്നെയാ. അതെ, അതിനെന്താ? നീ വന്നല്ലടാ. വാ 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 വാ. വാടാ ഇവിടെ വാടാ.
എങ്ങോട്ടായി ഓടുന്നേ? നില്ലേ. അർജുന എന്നോട് ക്ഷമിക്ക്.
എന്നോട് ക്ഷമിക്ക അർജുന. എന്നെ വിട്ടു പോകല്ലേ അർജുൻ. എന്നെ നോക്ക് അർജുൻ. അന്വേഷിച്ചിട്ടൊന്നും ആരെയും കാണുന്നില്ലല്ലോ. അത് മാത്രമല്ല, നമ്മുടെ കൂടെ വന്നവരെയും കാണുന്നില്ല. എന്താ ഈ നടക്കുന്നതൊക്കെ? ആരെങ്കിലും നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ? അതും മനസ്സിലാവുന്നില്ല. ആദി, എന്നുവെച്ചാ ആരും ജീവനോടെ ഇല്ലെന്നാണോ? ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരെ എവിടെയെങ്കിലും കണ്ടുമുട്ടില്ലായിരുന്നോ? അതില്ലല്ലോ. ആരും അങ്ങോട്ട് പോയില്ലേ? ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരത്? ശ്രവ്യ! എന്താ? എന്ത് പറ്റി? ഏ? ശ്രാവ്യ, എന്ത് പറ്റി? ചോര. എന്ത് പറ്റി ശ്രാവ്യ? എന്താ? എന്തിനാ കരയുന്നേ? എന്ത് പറ്റി? അർജുൻ. അവനെവിടെ? കരയാതെ പറ. അർജുൻ എന്ത് പറ്റി? ഞാൻ അവനെ കുത്തിക്കൊല ചെയ്തു. എന്താ നീ പറയുന്നേ? ദൈവമേ. അയ്യോ, എന്ത് അർജുൻ. പറ്റിയെന്ന് പറ. എന്താ? ഒന്നും മനസ്സിലാവാതെ ഞാൻ കൊല ചെയ്തു. ഓ ഷിറ്റ്. നീ എന്തിനാ ഇതൊക്കെ ചെയ്തേ? അല്ലാതെ എനിക്കിനി ജീവിക്കണ്ട. നീ എന്തൊക്കെ കാണിച്ചേ? സാരമില്ല, നീ സമാധാനമായിട്ട് നടന്നതൊക്കെ നടന്നു. ആദി, ഈ സ്ഥലം വളരെ അപകടം പിടിച്ചത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. പറഞ്ഞ കേൾക്കും ആദി. ഞാൻ പറയുന്നു, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മുടെ കൂടെ ഉള്ളവർക്ക് എന്തായെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. അല്ലാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. അർജുനെ ഞാൻ തന്നെയാ കൊന്നത്. നമുക്ക് ഇവിടുന്ന് പോകാം. ഇവിടെ ആരും സേഫ് അല്ല. ഞാൻ പറയുന്ന കേക്ക്. പറയുന്ന ഒന്നും കേക്ക്. പോവാം. എല്ലാം ഞാൻ കണ്ടെത്തും. അതിപ്പോ ആരാണെങ്കിലും ശരി. അയ്യോ, അത് ആരാണെന്ന് കണ്ടുപിടിക്കാതെ പോകരുത്. ശ്ശേ. എന്റെ അർജുൻ പോയി. അർജുൻ. കരയില്ലേ? വരൂ, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം വിടാം. വരൂ, നമുക്ക് ഇവിടുന്ന് പോകാം. അർജുൻ. അവിടെ കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവിടെ ആരോ നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. രാഹുൽ, നിങ്ങൾ രണ്ടുപേരും ഞാൻ വരുന്നവരേക്കും എവിടെയും പോകരുത്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കണം. ആര്യ! എന്താ? നീ അവിടെ പോയി നോക്ക്, ഞാൻ ഇവിടെ നോക്കാം. ആദിത്! 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 കൈപിടി. കേറി വാ.
സൂക്ഷിച്ച് സൂക്ഷിച്ച് കയറുക. Come on. നമ്മുടെ പ്രണയത്തെ അത്ര പെട്ടെന്ന് വിട്ടിട്ട് പോകാൻ പറ്റുമോ? എന്റെ ജീവനുള്ളിടത്തോളം കാലം എനിക്ക് നിന്നെ വിട്ടുപോകാൻ പറ്റില്ല. നിന്നെ ഞാൻ എത്ര സ്നേഹിക്കുന്നത് എനിക്ക് പറയാൻ അറിയില്ല. എന്തെങ്കിലും കാരണവശാ നീ എന്നെ വിട്ടുപോയ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്റെ ജീവിതമേ നീ ആയിരിക്കുമ്പോ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ ആര്യ? അതൊക്കെ പോട്ടെ. ശ്രാവ്യ എവിടെ? ശ്രാവ്യ 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 ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ അനിയനെയും ഫ്രണ്ട്സിനെ ഒന്ന് കാണാൻ പറ്റുമോ? ജീവൻ പോകും വരെ നമുക്ക് അവരെ അന്വേഷിക്കാം ആര്യ. എനിക്കതിലൊന്നും ഇപ്പൊ വിശ്വാസമില്ല. പ്രതീക്ഷകളാണ് ജീവിതം. ജീവിക്കാനായിട്ട് പ്രതീക്ഷ മാത്രം മതി. എന്തായാലും നമുക്ക് സാധിച്ചെടുക്കാം ആര്യ. പ്രതീക്ഷകൾ കൈവിടണ്ട. എന്റെ ജീവനുള്ളിടത്തോളം കാലം നീ എന്തിനാ ഈ വിഷമിക്കുന്നേ? എന്നെന്നും നിന്നരികിൽ ഞാനില്ലേ എൻ മുത്തേ, നീ എന്നും എന്റേതാ, ഒരിക്കലും വിടില്ല ഞാൻ. എന്റെ പ്രാണനെ എന്തിനി പേടി, എന്റെ നിഴലിൽ എന്നെന്നും നീയാണ്. എന്നെന്നും നിന്നരികിൽ ഞാനില്ലേ എൻ മുത്തേ, നീ എന്നും എന്റേതാ, ഒരിക്കലും വിടില്ല ഞാൻ. നിന്നില്ലകന്ന് പോവില്ല ഞാനേ, എന്നെ വിട്ട് പിരിയില്ല സഖിയേ. ഹൃദയം തുടിപ്പിൽ എന്നും നിൻ ചിരി, കണ്ണിൽ എന്നും നിന്നിടൽ മാത്രം. ഈ കൈകളെന്നെന്നും നിനക്കായി മാത്രം. എന്റെ പൊന്നേ ഈ മടിയിൽ കിടക്കൂ, എന്നെന്നും നിന്നരികിൽ ഞാനില്ലേ എൻ മുത്തേ, നീ എന്നും എന്റേതാ, ഒരിക്കലും വിടില്ല ഞാൻ. ഒരുപാട് ടയർഡായി, നടക്കാനൊന്നും പറ്റുന്നില്ല. വെള്ളം അവിടെ ഉണ്ടായിരിക്കും. ആര്യ! ഓ ഷിറ്റ്! എങ്ങനെ നീ വീണേ? എന്ത് പറ്റി ആര്യ? ആര്യ! എന്ത് കഷ്ട!
ശ്ശേ. ആ, ഒരു നിമിഷം എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ മാറിക്കോളൂ. ശരിയാവും, ഇപ്പൊ ശരിയാവും. വേദന എടുക്കും, ഒന്ന് ക്ഷമി. ആര്യ, കരയണ്ട കരയണ്ട, കുറച്ചു നേരം കൊണ്ട് ശരിയാവും. കരയാതെ ആര്യ, കരയാതെ കരയാതെ ആര്യ. എഴുന്നേക്ക് എഴുന്നേക്ക്, നമുക്ക് പോവാം. ആര്യ വാ, എഴുന്നേക്ക് വാ, എഴുന്നേക്ക് പോവാം. വാ ആര്യ, കരയാതെ ആര്യ. വാ എഴുന്നേക്ക്, വാ എഴുന്നേക്ക്. ട്രൈ ചെയ്യ്, നീ ഒന്ന് എഴുന്നേക്കാൻ നോക്ക്. എഴുന്നേക്ക് നോക്കി. എനിക്ക് വയ്യ. അങ്ങനെ പറയല്ലേ ആര്യ. എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. അമ്മ, എനിക്ക് വേദനിക്കുന്നു. അതെ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അയ്യോ അമ്മ, വല്ലാതെ വേദനിക്കുന്നു. അതെ, എനിക്ക് വെള്ളം വേണം. അതെ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. വെള്ളം ഇവിടെ ഉള്ളതുപോലെ തോന്നുന്നില്ല, നമുക്ക് അന്വേഷിക്കാം. നീ ഇവിടെ ഇരിക്കും, ആദ്യത്തെ എനിക്ക് വെള്ളം വേണം. നോക്കട്ടെ, കൊണ്ടുവന്ന് തരാം. എനിക്ക് പറ്റുന്നില്ല. പതുക്കെ. പതുക്കെ. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. ആര്യ, ഞാൻ മരിക്കാൻ പോകുന്നെന്നാ തോന്നുന്നേ. പറയലേ. അതെ, എനിക്ക് വെള്ളം വേണം. പോയിട്ട് വാ. ആര്യ, നീ ജീവനോടെ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന എന്തിനാ ആര്യ? നിന്നെ രക്ഷിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ആര്യ. ആര്യ, ഒന്ന് സമാധാനിക്ക ആര്യ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം ഞാൻ നിനക്ക് കൊണ്ടുവരാം. ആദിത്,
നിന്നെ വിടണോ? ഇട്ടേക്കാനാണോ അങ്ങോട്ട് കൊണ്ടുവന്നേ? അല്ലേ വേണ്ട, പൊക്കോ പൊക്കോ പൊക്കോ. നിന്നെ പെട്ടെന്ന് അങ്ങ് വിട്ടയക്കാൻ പറ്റുമോ? വിട്ടയക്കാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്റെ കയ്യിലുള്ള മൊബൈലും സ്വർണ്ണം ഒക്കെ തരാൻ നിങ്ങൾക്ക് എന്നെ വെറുതെ വിട്. അവന്റെ കൂടെ മാത്രമേ റൊമാൻസ് ചെയ്യുള്ളൂ? എന്റെ കൂടെ റൊമാൻസ് ചെയ്യില്ലേ? ഞാനിങ്ങനെ വൃത്തിയിട്ടിരിക്കുന്നോണ്ടാണോ? എന്റെ രൂപങ്ങനെ ആയതുകൊണ്ടാണോ? എന്നെ കാണാൻ കൊള്ളില്ലല്ലേ? എന്നെ കാണാൻ കൊള്ളില്ല. എന്നെ കാണാൻ കൊള്ളില്ല. എന്നെ കാണാൻ കൊള്ളില്ല. പൊക്കോ പൊക്കോ പൊക്കോ. എന്നെ കാണാൻ കൊള്ളില്ല. പൊക്കോ പൊക്കോ. എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകുന്നേ? എനിക്ക് തന്നെ വേണം. ഇങ്ങോട്ട് വാ 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 വാ. എന്താടാ വിട്ടാത്തെ? രാഗേ രാഗേ.
എങ്ങനെയാ മരിച്ചെന്ന് അറിയോ? മോനെ, നീ വിഷമിക്കണ്ടോ മോനെ? ഓ മൈ ഗോഡ്. രാജ്, സോറിടാ. രാജ്, I'm really sorry. വാ പോവാം. വാ, കരല്ലേ. വാ മോനെ. പോവാം. Oh my God. വാ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട.